ഹലോ, ഞാൻ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുമായിരുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ എന്ന്. ഇന്നൊരു ഫ്രൈഡേ ആണ്, പിന്നെ പിള്ളേരുടെ ഈസ്റ്റർ വെക്കേഷന് മുന്നേ ഉള്ളൊരു ലാസ്റ്റ് ഡേ ആണ് കേട്ടോ സ്കൂളിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈ നോട്ട് ഇന്നങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. ഈ കാണുന്നത് ഞങ്ങളുടെ ഫാമിലിയുടെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ബട്ടർ എഗ് സാൻഡ്വിച്ച് ആണ് കേട്ടോ. അപ്പോൾ അതെല്ലാം രാവിലെ അങ്ങ് പ്രിപ്പയർ ചെയ്തു. പിന്നെ സ്കൂളിൽ പിള്ളേർക്ക് ഫുഡ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പം അവരവിടെ നിന്ന് കഴിക്കും. അതുകൊണ്ട് അതിൻ്റെ തലവേദനയില്ല. പക്ഷേ ഫ്രൂട്ട്സും സ്നാക്സും നമ്മൾ റെഡിയാക്കണം. കെന്നി ഇതേ ഹൈ ബൈ ഒക്കെ പറയുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കാത്തൂനെയും കെന്നൂനെ റെഡിയാക്കി അവർ സ്കൂളിൽ കൊണ്ട് വിട്ടു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കിനാണ് ബിൽഡിംഗ് മുഴുവൻ ബ്ലോക്കേജ്. അപ്പോൾ ദേ ഇങ്ങനെ ഈ അക്വാ വെർട്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരിവിടെ വന്ന് നമ്മുടെ വീട് ഏറ്റവും താഴത്തെ ഫ്ലോറുണ്ട്. താഴത്തെ ഫ്ലോറുകാർക്കാണ് ഇങ്ങനത്തെ മെയിൻ്റനൻസ് വരുമ്പോൾ ചിലപ്പം ഡോറ് തുറന്നു കൊടുക്കേണ്ടി വരും ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നടക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ബേബി ഷവർ വരുന്നുണ്ട്, അപ്പം അതിൻ്റെ ഡെക്കറേഷൻസും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാമെന്ന്. അപ്പം ഇവിടെയാണെങ്കിൽ യൂഷ്വലി ആമസോൺ അല്ലെങ്കിൽ bol.com ആണ് ഓൺലൈൻ നമ്മൾ ഇങ്ങനത്തെ ഐറ്റംസും ഒക്കെ വാങ്ങിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കടകളും ഉണ്ട്, ഹേമ അങ്ങനത്തെ കുറച്ച് സ്റ്റോർസ് ഉണ്ട് ഇവിടെ ഇങ്ങനത്തെ ഡെക്കറേറ്റീവ് ഐറ്റംസ് നോക്കാൻ. പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് ഗെയിംസ് കുറച്ച് നോക്കിയാലോ എന്ന്. ഓൺലൈൻ നോക്കിയിട്ട് മുഴുവൻ കടുകട്ടിയായിട്ടുള്ള ഗെയിംസാണ് ബേബി ഷവറിൻ്റെ കാണുന്നത്. അപ്പോൾ അത് ഇപ്പോഴത്തേക്കൊന്ന് ഹോൾട്ടിൽ വെക്കാം, പിന്നെ നോക്കാമെന്ന് വെച്ചിട്ട് അടുത്ത പരിപാടിക്ക് കയറി. എന്താണ്, കേക്ക് ഡിസൈൻ നോക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ കേക്ക് ഡിസൈൻ കിട്ടുന്നത് വളരെ ഡിസൈൻ ചെയ്ത് കിട്ടുന്ന വളരെ കുറച്ച് ബേക്ക് ഷോപ്സുകളാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ കുറച്ച് ഏറെ ദൂരം യാത്ര ചെയ്താണ് ഇതൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ സെറ്റാക്കി ഓർഡറൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ കഞ്ഞിയൊക്കെ റെഡിയായി കേട്ടോ. ഉച്ചക്കത്തേക്ക് കഞ്ഞി, പയർ കറിയും പിന്നെ പരിപ്പ് കറി, പിന്നെന്താണ് അച്ചാറും സാലഡും. ഇതൊക്കെ കൂടെ അങ്ങ് കുഴച്ച് മിക്സ് ചെയ്ത് കൂട്ടിക്കഴിക്കുന്നതൊരു ഒന്നൊന്നര സുഖമുള്ള പരിപാടിയല്ലേ. അപ്പോൾ ഈസ്റ്റർ കഴിയുമ്പോഴും നമുക്ക് ഇത് ഒരു കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഈ ഒരു വെജിറ്റേറിയൻ ഫുഡിലേക്ക് കയറുന്ന ഒരു പരിപാടിയുണ്ട് കേട്ടോ. നിങ്ങൾക്കുണ്ടോ? അതായത് ഈസ്റ്റർ ഫുഡും അതായത് ഇറച്ചിയും മീനും ഒക്കെ പെട്ടെന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെയും തിരിച്ചൊരു 2-3 ദിവസം വെജിലേക്ക് പോകുന്ന പരിപാടി ഞങ്ങൾക്കുണ്ട് കേട്ടോ ആ പരിപാടി. അപ്പം ഇതൊരു കൊതിപ്പിഫിക്കേഷൻ ആയിക്കോട്ടെ. ആ സാലഡും ഒക്കെ ഇട്ടങ്ങ് കൂട്ടി കുഴച്ചങ്ങ് കഴിക്കണം. ഇത് ഞങ്ങളുടെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കംഫർട്ട് ഫുഡാണ് കേട്ടോ. അസുഖം വന്നാലും എന്തെങ്കിലും മടുപ്പ് വന്നാലും അല്ലെങ്കിൽ മടി വന്നാലും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇത്. അപ്പോൾ ഇതാകുമ്പോൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ഫുഡാണല്ലോ. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു സുഖവും കിട്ടും, വയറ്റിന് ഒരു മടുപ്പും വരില്ല. ഇതിനകത്തെ എല്ലാ ഐറ്റംസും ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഒരു കഞ്ഞി വെക്കുവാണെങ്കിൽ. അപ്പം അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈസ്റ്ററിൻ്റെ പരിപാടി തുടങ്ങി. കപ്പക്കറി വെക്കാനാണ് പ്ലാൻ ഇപ്പം ഇന്നത്തേക്ക്. അപ്പോൾ പിള്ളേർ സ്കൂളിൽ പോയ ടൈമല്ലേ, അപ്പോൾ ആ ടൈമിൽ ഉള്ള പരിപാടികളൊക്കെ ഒന്ന് ഓൾമോസ്റ്റ് ചെയ്ത് തീർക്കാമെന്ന് വെച്ചിട്ട് കപ്പക്കറി ഇറച്ചി വെട്ടുന്ന കത്തി കൊണ്ട് കപ്പ വെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് എളുപ്പമുള്ള രീതികളല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ സഹോദര. അപ്പം ഇതൊക്കെ നമ്മൾ വെട്ടി അതിന് അരപ്പൊക്കെ റെഡിയാക്കി. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ, ഞാൻ ഇടാം. അപ്പോഴാണ് ഞാൻ ഓർത്തത് നമ്മുടെ വിറ്റമിൻ ടാബ്ലറ്റ് കഴിച്ചില്ലല്ലോ എന്ന്. ഇവിടെ നമ്മുടെ ഈനോ കഴിക്കുന്ന പോലെയാണ് വിറ്റമിൻ ടാബ്ലറ്റ്. നമ്മുടെ ഇടുമ്പോൾ ഇങ്ങനെ സോഡ പോലെ ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ അത് സെറ്റാകുന്ന സമയത്ത് ഞാൻ വേറൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ, നാട്ടിലെ വെളുത്തുള്ളിയല്ല ചുമന്നുള്ളി. ചുമന്നുള്ളിയാണെങ്കിൽ വെളിയിൽ ശാലച്ച് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു വലുപ്പത്തിലാണ് ശാലച്ച് കിട്ടുന്നത് കേട്ടോ. അപ്പം ഡൽഹീസ് അങ്ങനത്തെ ഷോപ്പിലൊക്കെ നമുക്ക് ഷാലറ്റ്സ്, നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് ഷാലറ്റ്സ് വാങ്ങിച്ചാൽ നല്ല കത്തി വിലയായിരിക്കും. പിന്നെ ഈ കാണുന്നതാണ് ഫ്രഞ്ച് ഗാർലിക്. ഇവിടെ പല ടൈപ്പ് ഗാർലിക്സ് കിട്ടും. ഇവനാണ് എൻ്റെ ഫേവറേറ്റ്, ഫ്രഞ്ച് ഗാർലിക്. ഒരു ബേൺഡ് ലുക്കാണ്, അതിനൊരു ടേസ്റ്റ് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ, ഒരു വേറൊരു ഫ്ലേവർ വരും. ഇവിടെ ഉള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോഴത്തേക്ക് എൻ്റെ വിറ്റമിൻ ടാബ്ലറ്റ് എല്ലാം അലുത്ത് വന്നു. അപ്പോൾ അത് എല്ലാം സെറ്റായി കുടിച്ചതിന് ശേഷം മീൻ കറി വെക്കാനുള്ള പരിപാടി തുടങ്ങി. അങ്ങനെ മീൻ കറി സെറ്റ്, കപ്പക്കറി സെറ്റ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കാത്തൂനെയും കെന്നൂനെയും അങ്ങ് വിളിക്കാൻ പോയി. അവർ സ്കൂളിൽ നിന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കാണിച്ചു തരാം ഇതെന്താണെന്ന്. കണ്ടോ, ഒരു ഹാഫ് ഓപ്പൺ ഈസ്റ്റർ എഗ്, അത് കാത്തൂൻ്റെ സൈഡിൽ നിന്ന് വന്നതാണ്. പിന്നെ ഒരു ബാഗ് നിറച്ച് കുറച്ച് ഐറ്റംസും, അത് കെന്നൂൻ്റെ സൈഡിൽ നിന്ന് വന്നത്. കെന്നു കരച്ചിൽ തുടങ്ങി.
അപ്പോൾ ഞാൻ നേരത്തെ ക്രിസ്മസ് വ്ളോഗിനകത്ത് ഞാൻ കാണിച്ചിട്ടില്ലേ, എന്നാ കാത്തുവിൻ്റെ ഈ ഓരോ വെക്കേഷൻ തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ദിവസം, ലാസ്റ്റ് ദിവസം അവരുടെ സ്കൂളിൽ നിന്ന് ആ വെക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഈസ്റ്റർ വെക്കേഷൻ ഉണ്ട്, കണ്ടോ, ഈസ്റ്റർ എക്സും പരിപാടികളൊക്കെയാണ് കൊണ്ടുവന്നത്. ഇവിടെ സ്കൂളിൽ കുറച്ച് ലാസ്റ്റ് ഡേ ഉണ്ട്, കുറച്ച് ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈസ്റ്റർ എഗ് പിക്കിംഗ് ഗെയിമും പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു പരിപാടികൾ. ഇതിനകത്ത് നിറച്ച് ചോക്ലേറ്റ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ ഒരു കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിക്കുന്നത് കേട്ടോ. ഇപ്പോൾ കാത്തു ആണെങ്കിൽ ക്ലൂട്ടർ ക്ലാസ്സിലാണ്. ക്ലൂട്ടർ ക്ലാസ്സിലെ ലാഗർ ക്ലാസ്സിലാണ്. ലാഗർ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൈമറി സ്കൂൾ ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അപ്പം ലാഗർ ക്ലാസ്സിലായതുകൊണ്ട് അവൾക്ക് പഠിപ്പിക്കുന്ന ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതലും മാത്സും പിന്നെ ഇവിടുത്തെ ലാംഗ്വേജും പിന്നെ കുറച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ പ്രാക്ടിക്കലായിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. ഇങ്ങനെ അടിച്ചു പഠിപ്പിക്കുന്ന പരിപാടിയൊന്നുമല്ല, പക്ഷേ ഇച്ചിരി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നത്. പിന്നെ ലൈബ്രറി ബുക്സ് വായിക്കുക, അപ്പോൾ അങ്ങനത്തെ ഇതുണ്ട്. പിന്നെ വേറെ കുറേ സ്പോർട്സ്, സ്വിമ്മിങ് ഇമ്പോർട്ടൻ്റ് ഇവർക്ക്. അപ്പം സ്കൂളിൽ നിന്ന് സ്വിമ്മിങ് ട്രെയിനിങ്ങിനൊക്കെ കൊണ്ടുപോകും. പിന്നെ വേറെ ജിംനാസ്റ്റിക്സ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതും ഇവരെ കൊണ്ട് ചെയ്യിക്കും സ്ഥിരം. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഇവർക്ക് ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇവരെ വെളിയിൽ ഇങ്ങനെ പാർക്കിലും പിന്നെ മ്യൂസിയത്തിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോകും. ഈ കാണുന്ന കെന്നിക്കുട്ടൻ്റെ ഐറ്റംസ് ആണ് കേട്ടോ, ഈസ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ളത്. മുട്ടയും കോഴിയൊക്കെ. അപ്പോൾ കെന്നിക്കുട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവനിപ്പോൾ സ്കൂളിൽ കയറിയതേ ഉള്ളൂ. അപ്പോൾ ഒരു പ്രീ സ്കൂൾ സെറ്റപ്പാണ്. മൊത്തം കഴിക്കുക, കളിക്കുക, ഉറങ്ങുക, ആ പരിപാടിയാണ്. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പിള്ളേർക്ക് സ്കൂളിൽ നിന്നാണ് ഫുഡ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മുടെ ടൈപ്പ് ഫുഡൊക്കെ കൊണ്ടുപോയാൽ അടുത്തിരിക്കുന്ന പിള്ളേർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. അപ്പോൾ പിള്ളേർക്കും നമ്മുടെ ഫുഡിനോടൊരു അവഗണന വരുന്ന കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ തോന്നാതിരിക്കാൻ അപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്നുള്ള ഫുഡാണ് ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ യൂഷ്വലി സൂപ്പും പിന്നെ വാർമീൽ എന്ന് പറയും. അപ്പം വാർമീൽ നമ്മൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് സൂപ്പും പിന്നെ പാസ്തയും സാലഡും പിന്നെ മീറ്റ് കാണും, അല്ലെങ്കിൽ ചിക്കൻ കാണും. അപ്പോൾ ഇതൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പം അവർ സ്കൂളിൽ നിന്നൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കിനും പിന്നെ നമ്മുടെ നാട്ടിലെ ഫുഡ് അവർക്ക് ഡിന്നറായിട്ട് കൊടുക്കും. നമ്മൾ ലഞ്ചിന് എന്നാണോ കഴിക്കുന്നത് അതായിരിക്കും ഞാൻ ഇവർക്ക് ഡിന്നറാണ് കൊടുക്കുന്നത്. നമ്മുടെ ഫുഡ് മറന്നു പോരുതല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് കെന്നിക്കുട്ടൻ സ്കൂളിൽ നിന്ന് കിട്ടിക്കൊണ്ട് വന്ന ഐറ്റംസ് കേട്ടോ. അത് കഴിഞ്ഞതേ ഞാൻ കാത്തുമ്മ സംഗീത ക്ലാസ്സിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ജോയിൻ ചെയ്യിച്ചു. നമ്മുടെ നാട്ടിൽ നിന്നാണ് ഇപ്പോൾ ട്രെയിൻ ഓൺലൈൻ ചെയ്യുന്നത്. അതൊക്കെ കഴിഞ്ഞ് ദയവായിട്ട് നമ്മുടെ ഫേവറേറ്റ് ഗെയിം സൈമൺ സേസ്, ഇവരെ കൊണ്ട് ഞാൻ വാമപ്പ് ചെയ്യിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി ചെയ്ത് കേട്ടോ. ഇത് ഞാൻ കുറച്ച് ചെയ്യിക്കും ഇവരെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക്. Simon says, shake your hands and shake your hands, shake your hands and shake your hands. Simon says, turn around to turn around, turn around to turn around. Simon says, hug your sister and brother. Simon says, give kissy to brother and sister. Kissing. Simon says, I love you. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കുട്ടി ഡേ ഇൻ മൈ ലൈഫ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതിന് മുമ്പ് നാടനാച്ചായത്തി